ഈ കൊച്ചു മോളിവുഡിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്? ആഴ്ചയ്ക്ക് വരുന്ന സിനിമകളെല്ലാം ഹിറ്റായി മാറുന്നതോടെ സിനിമാ പ്രേമികളുടെ കണ്ണ് മൊത്തം ബോക്സ് ഓഫീസിലാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ പല മലയാള സിനിമകളും ആഗോള കളക്ഷനുകൾ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയാണ്. സംസ്ഥാനത്തിന് പുറത്തും ഓവർസീസിലും ഷോകളുടെ എണ്ണം കൂടിയതോടെയാണ് കോടി ക്ലബിലെത്തുന്ന മലയാള സിനിമകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ അത് അത്ര പ്രതിഫലിച്ചിട്ടില്ല. കളക്ഷനിലേക്ക് വരുമ്പോൾ ഇതര ഭാഷാ സിനിമകളോടുള്ള മലയാളികളുടെ പ്രിയവും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ടോപ്പ് 10 കേരള കളക്ഷൻ്റെ ലിസ്റ്റ് എടുത്താൽ മലയാള സിനിമകൾക്കൊപ്പം തന്നെ ഇതര ഭാഷാ ചിത്രങ്ങളും മുൻനിരയിൽ സ്ഥാനം പിടിച്ചത് കാണാം. ഫഹദ് ഫാസിലിൻ്റെ ആവേശമാണ് കേരള കളക്ഷൻ്റെ ടോപ്പ് 10 ലിസ്റ്റിൽ കയറിക്കൂടിയ പുതിയ സിനിമ. വിജയ് ചിത്രം ലിയോയെ മറികടന്നാണ് രംഗണ്ണനും പിള്ളേരും ലിസ്റ്റിൽ 9ാം സ്ഥാനത്തെത്തിയത്. കേരള കളക്ഷൻ്റെ ടോപ്പ് 5 ലിസ്റ്റിൽ ആദ്യ 3 മലയാള സിനിമകളാണെങ്കിലും 4ാം സ്ഥാനത്ത് ബാഹുബലി 2 ആണ് ഇപ്പോഴും. റിലീസ് ചെയ്ത് 19 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കേരള ബോക്സ് ഓഫീസിൽ 61 കോടിയോളം കളക്ഷൻ നേടിയ ആവേശം കേരള കളക്ഷൻ്റെ ടോപ്പ് 5 ലിസ്റ്റിൽ ഇടം നേടുമോ എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ ഉറ്റുനോക്കുന്നത്. അതേസമയം കേരളം അനുഭവിച്ച മഹാപ്രളയത്തിൻ്റെ കഥ പറഞ്ഞ മൾട്ടി സ്റ്റാർ ചിത്രം 2018 കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും ഒന്നാമത്. റിപ്പോർട്ടുകൾ പ്രകാരം മലയാളത്തിൻ്റെ ആദ്യ 150 കോടി സിനിമയായ 2018 കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 89.2 കോടിയാണ്. രണ്ടാമത് നിൽക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ പുലിമുരുകനാണ്. മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ് സിനിമ കൂടിയായ പുലിമുരുകൻ കേരള ബോക്സ് ഓഫീസിൽ 80.25 കോടി നേടിയെന്നാണ് റിപ്പോർട്ട്. കേരള ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ ടോപ്പ് 10 ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത് മലയാള സിനിമകളുടെ ആഗോള കളക്ഷനും 3ാം സ്ഥാനത്തുള്ള ആടുജീവിതമാണ്. ട്രാക്കർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ആടുജീവിതത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 77.4 കോടിയാണ്. 4ാം സ്ഥാനത്തുള്ളത് ബാഹുബലി 2 കേരള ബോക്സ് ഓഫീസ് കളക്ഷനാണ്. 72.6 കോടിയാണ് ബാഹുബലി 2 കേരളത്തിൽ നിന്ന് മാത്രം നേടിയതെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമ കൂടിയാണ് ബാഹുബലി 2. ലിസ്റ്റിൽ 5ാമതുള്ളത് മോളിവുഡിന്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം 71.82 കോടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തിൽ നിന്ന് നേടിയത്. അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 64 കോടിയോളം ചിത്രം നേടിയെന്നതും വലിയ വിജയമാണ്. റോക്കി ബായിയുടെ KGF ചാപ്റ്റർ 2 ആണ് കേരള ലിസ്റ്റിൽ 6ാമത്. ട്രാക്കർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് KGF 2 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 68.25 കോടി നേടിയപ്പോൾ 7ാം സ്ഥാനത്തുള്ള മോഹൻലാലിന്റെ ലൂസിഫർ ആകട്ടെ 66.10 കോടിയാണ് നേടിയത്. 2024 ജനപ്രിയ ഹിറ്റുകളിലൊന്നായി മാറിയ പ്രേമലു ആണ് ലിസ്റ്റിൽ 8ാമത്. യുവതാര സിനിമയായ പ്രേമലു കേരളത്തിൽ 62.75 കോടി രൂപ നേടിക്കൊണ്ട് വമ്പന്മാരെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 10ാം സ്ഥാനത്തുള്ള വിജയ് ലോകേഷ് ചിത്രം ലിയോ ആകട്ടെ 60 കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. എന്നാൽ ലിയോയുടെ പേരിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ. റിപ്പോർട്ടുകൾ അനുസരിച്ച് 12 കോടിയാണ് ലിയോ ആദ്യ ദിവസം കേരളത്തിൽ കൈക്കലാക്കിയത്. വമ്പൻ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ഇതര ഭാഷാ സിനിമകൾ ഭരിച്ചിരുന്ന കേരള ബോക്സ് ഓഫീസ് ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ട്രെൻഡ് മാറിയതോടെ കേരള ബോക്സ് ഓഫീസ് ഇനി മലയാള സിനിമകൾ അടക്കി ഭരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്.